തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഇരിഗൂർ എന്ന ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കേരളത്തിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ് ഗ്രാമങ്ങളിൽ ഒന്നാണ് ഇരിഗൂർ ഗ്രാമം. കൃഷി പ്രധാന വരുമാന മാർഗമായി സ്വീകരിച്ചവരാണ് ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം പേരും. ഇരിഗൂർ ഗ്രാമത്തിലെ കൃഷിപ്പാടങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ഒരു തമിഴ് ഗ്രാമത്തിൻ്റെ ഗ്രാമീണ കാഴ്ചകൾ തേടിയാണ് നമ്മൾ പോകുന്നത്. കോയമ്പത്തൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 14 കിലോമീറ്ററും ശ്രീചിത്ര എയർപോർട്ടിൽ നിന്ന് 9 കിലോമീറ്ററും ഗാന്ധിപുരത്ത് നിന്ന് 15 കിലോമീറ്ററും ആണ് ഇരിഗൂറിലേക്കുള്ള ദൂരം. ഗാന്ധിപുരം, സിംഗനല്ലൂർ, ഇരിഗൂർ പിരിവ്, ഉക്കടം എന്നീ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ള വഴിയോര കാഴ്ചകളാണ് നമ്മളിപ്പോൾ ആസ്വദിക്കുന്നത്. റോഡിൻ്റെ രണ്ട് വശങ്ങളിലും വിശാലമായ കൃഷിഭൂമിയാണ്. തക്കാളി, കാബേജ്, പച്ചമുളക്, നിലങ്കടല, ചോളം എന്നിവയൊക്കെയാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കൃഷിപ്പാടങ്ങൾക്ക് അകലെയായി ആടിനെ മേയ്ക്കുന്ന കർഷകരും പാടങ്ങൾക്ക് നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന നിരവധി കാറ്റാടി മരങ്ങളും കാണാം. നമ്മളിപ്പോൾ ഇരിഗൂർ പിരിവിൽ നിന്നും ഇരിഗൂറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 18 വാർഡുകളുള്ള ചെറിയൊരു പഞ്ചായത്താണ് ഇരിഗൂർ. ഇരിഗൂറിൽ മാത്രമായി ഏകദേശം 250ഓളം വിവിധ തരം കമ്പനികളാണ് പ്രവർത്തിക്കുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത് അത്തരം കമ്പനികളാണ്. മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ടുള്ള പഞ്ഞ് മുതൽ വിവിധ മോട്ടോർ യന്ത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്പെയർ വരെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തദ്ദേശീയരെക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇതിൽ ഭൂരിഭാഗം ഫാക്ടറികളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നവയാണ്. നമ്മളിപ്പോൾ ഇരിഗൂർ ടൗണിലാണ് ഉള്ളത്. അതിരാവിലെ 5 മണി മുതൽ 10 മണി വരെയുള്ള സമയത്താണ് ചന്തയിൽ പ്രധാനമായും വ്യാപാരം നടക്കുന്നത്. ഇപ്പോൾ സമയം 11 മണി കഴിയാറായി. ടൗണിൽ അവശേഷിക്കുന്നത് ചുരുക്കം വഴിയോര കച്ചവടക്കാർ മാത്രമാണ്. വെയിലിൻ്റെ കാഠിന്യം ഏറി വരുന്നതിന് മുൻപ് കൂടുതൽ പേരും കച്ചവടം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ചന്തയിൽ തിരക്കും കുറവാണ്. ഇനി നമുക്ക് ചന്തയുടെ അകത്തേക്ക് പ്രവേശിക്കാം. ഗാന്ധിപുരം മുതൽ ഇരിഗൂർ വരെയുള്ള യാത്രയിൽ നമ്മൾ കണ്ടിരുന്ന കൃഷിപ്പാടങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളെല്ലാം എത്തുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് മൊത്ത വ്യാപാരികളുടെയും ചില്ലറ വ്യാപാരികളുടെയും കൈകളിലേക്ക് എത്തുന്നത്. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 10 മണി വരെ ചന്ത ഉണ്ടാകാറുണ്ടെങ്കിലും ഞായറാഴ്ചകളിലാണ് പ്രധാന ചന്ത ഉണ്ടാവുക. മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഞായർ ചന്തയിൽ നല്ല വിലക്കുറവാണ് കാണാറുള്ളത്. ഈ ചന്തയോട് അനുബന്ധിച്ച് എല്ലാ ഞായറാഴ്ചകളിലും ഇരിഗൂർ ടൗണിൽ സൺഡേ മാർക്കറ്റും ഉണ്ടാവാറുണ്ട്. തുണികൾ, ഫാൻസി ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ, ദൈനംദിന ആവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ സൺഡേ മാർക്കറ്റിൽ ചെറിയ വിലയ്ക്ക് ലഭിക്കാറുണ്ട്. ഇരിഗൂർ ടൗണിൽ നിന്നും ഇനി നമ്മൾ പോകുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന ഇരിഗൂറിലെ വിവിധ സ്ട്രീറ്റുകളിലേക്കാണ്. SM സ്ട്രീറ്റും RM കോളനിയിലേക്കും ഉള്ള വഴിയാണ് ഇത്. ഇരിഗൂർ ടൗണിൽ നിന്നും അല്പദൂരം മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം.
80 വർഷത്തോളം കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗവും. നടപ്പാതയുടെ 2 വശങ്ങളിലും തദ്ദേശീയരായിട്ടുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന വീടുകളാണ്. ഇതിൽ ചില വീടുകൾ പാലക്കാട് ഭാഗങ്ങളിൽ കാണാറുള്ള അഗ്രഹാരങ്ങളുടെ മാതൃകയിലുള്ളവയാണ്. എന്നാൽ ഭൂരിഭാഗം വീടുകളും മേൽക്കൂര ഓലയും ഓടും മേഞ്ഞവയാണ്. உள்ளூர் பொருளாதாரத்தை உயர்த்திட அனைத்து வேலை வாய்ப்புகளிலும் உள்ளூர் மக்களுக்கு ഈ മാസം 19-ന് തമിഴ്നാട് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരുമൊക്കെ വലിയ തിരക്കിലാണ്. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ ഇന്നും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ ചില മേഖലകളിൽ മാത്രം വേരോട്ടമുള്ള പാർട്ടിയാണ് നാം തമിഴൻ കക്ഷി. കരിമ്പേന്തി നിൽക്കുന്ന കർഷകനാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നം. നാം തമിഴൻ കക്ഷി DMK, AIDMK എന്നീ പാർട്ടികളും സജീവമായി ഇലക്ഷൻ രംഗങ്ങളിലുണ്ട്. ഇനി നമുക്ക് അല്പം ഇലക്ഷൻ കാഴ്ചകൾ ആസ്വദിക്കാം. ஈருகூர் பேரூராட்சிக்குட்பட்ட அனைத்து அரசு பள்ளிக்கூடங்களையும் தரம் உயர்த்திட நாம் வாக்கு செலுத்த வேண்டிய சின்னம் விவசாயி சின்னம். பெரியோர்களே, தெருநாய்கள் இல்லாத பேரூராட்சியாக மாற்றிட நாம் வாக்கு செலுத்த வேண்டிய சின்னமாம் விவசாயி சின்னத்திலே வாக்கு செலுத்தி பெருவாரியான வாக்குகள் வித்தியாசத்திலே வெற்றி பெற செய்யுங்கள். அன்பு உடன் பிறந்தார்களே, நமது சின்னம் விவசாயி. ഇരിഗൂറിലെ അവസാനത്തെ സ്ട്രീറ്റായ അംബേദ്കർ കോളനിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നേരത്തെ കണ്ട സ്ട്രീറ്റിനേക്കാൾ കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഈ സ്ട്രീറ്റിലാണ്. ഇവിടെയും 80 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അതിൽ ചിലത് കാലപ്പഴക്കം കാരണം ഉപയോഗശൂന്യമായതും ആണ്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെല്ലാം കാണാൻ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. ഈ സ്ട്രീറ്റിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിരവധി ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഇരിഗൂറിൽ മാത്രം 30-ൽ പരം ക്ഷേത്രങ്ങളാണ് ഉള്ളത്. മാസ അമ്മൻ കോവിൽ, മുരുകൻ ക്ഷേത്രവും ഇരിഗൂർ ശിവക്ഷേത്രവുമെല്ലാം ഈ ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി ക്ഷേത്രങ്ങൾ പുതുതായിട്ട് നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ഇരിഗൂറിലെ ഇരിഗൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാം. ഇന്നീ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിനിന് പോലും സ്റ്റോപ്പില്ല. കോവിഡ് മഹാമാരി വന്നതിന് ശേഷമാണ് ഈ സ്റ്റേഷൻ ഈ നിലയിലായത്. ഇന്ന് ചരക്ക് ട്രെയിനുകൾ മാത്രമാണ് ഇവിടെ നിർത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ആളനക്കമില്ലാതെ ഒച്ചപ്പാടില്ലാതെ ഒരു പ്രേത നഗരം പോലെ നിശ്ചലമായി കിടക്കുകയാണ് ഇന്നിവിടം. ഇരിഗൂർ ഗ്രാമത്തിലെ മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കണ്ടിരുന്നത്. തമിഴ് ഗ്രാമത്തിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ സ്ഥലങ്ങളിലെ പുത്തൻ കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി.